നീ പാതിരക്കെപ്പോഴോ അവളുടെ പേര് വിളിക്കണ്ടായിരുന്നു. നിന്റെ ആ ഫ്രണ്ടിന്റെ ആ കുട്ടികളെ പേരിനൊന്ന് കണ്ടു. മരിച്ച ദിവസം അത്ര തന്നെ. പോകുന്നവരൊക്കെ പോട്ടെ, അവര് പോയിക്കോട്ടെ കുട്ടാ, തിരക്കുള്ളവര്. ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട്. നീ ഞങ്ങളെപ്പോലെ ആവരുത്. നീ തോൽക്കരുത് കുട്ടാ. ഏട്ടനെ പോലെ തലയും താടിയും നിറച്ച് വീട്ടിലിരിക്കേണ്ടവനല്ല നീ. തോൽക്കാൻ എളുപ്പ. പാലസും പറമ്പൊക്കെ പാർട്ടിക്ക് കൊടുത്ത് കൽക്കട്ടയിൽ യൂണിയൻ ഉണ്ടാക്കാൻ പോയ ആളാ അച്ഛൻ. ഒടുക്കം പാർട്ടിയും നേതാക്കളും ഒന്നും കണ്ടാൽ തിരിച്ചറിയാതായി. ഞാനും നടന്നു കുറെ കാലം ജനകീയ ജനാധിപത്യം ഉണ്ടാക്കാൻ. എൻ അറേഞ്ച്മെന്റ് ഓഫ് കൺവീനിയൻസ്. അവരവരുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള ഏർപ്പാട്, അത്രയേ ഉള്ളൂ. വിപ്ലവവും പ്രണയവും ബന്ധങ്ങളൊക്കെ. എടാ എടാ ഈ ഓർമ്മയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അപകടം പിടിച്ച സാധനം. മെമ്മറീസ് ആർ ഡേഞ്ചറസ് ബീങ്സ്. പെട്ടുപോകല്ലേ കുട്ടാ. നീ ഒരു എഴുത്തുകാരനാവണമെന്നാ അച്ഛനെപ്പോഴും ആഗ്രഹിച്ചത്, അല്ലാതെ ഈ കമ്പ്യൂട്ടർ പണിയൊന്നല്ല. പിന്നെ ഇട്ടി കണ്ടപ്പോൾ മരുമോനെ ധിക്കരിക്കാൻ അച്ഛനായില്ല. അതിന് നീ അച്ഛനെ വെറുക്കല്ലേ മോനെ. ഇല്ലേട്ടാ, ഞാൻ എനിക്കറിയാം, അറിയാം. വല്ലവരെയും സങ്കടമെടുത്ത് നീ നിന്റെ നെഞ്ചിലാ വെക്കുക. എന്നിട്ട് അവർക്ക് വേണ്ടി ജീവിതം കളയും. നമ്മുടെ കുടുംബത്ത് എല്ലാവർക്കും ഉള്ള ശാപം അത്. നീ ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഒക്കെ ഒക്കെ നന്നായി വരും. അങ്ങനെ വരാവൂ.